പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഡോക്ടേഴ്സിന്റെ അനാസ്ഥയാണ് അശ്വതിയുടെ മരണകാരണമെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. ഡോക്ടേഴ്സിനെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്ന് മരിച്ച അശ്വതിയുടെ ഭർത്താവ് വിനോദ് 24-നോട് പറഞ്ഞു. ഇവർക്ക് കൃത്രിമ ശ്വാസം കൊടുത്തിട്ട് ഇവർ മറച്ചു വെച്ച് ഞങ്ങളെ ഇന്നെ കാണിച്ച് ഞാൻ എൻ്റെ കുഞ്ഞൻ പോയ ഇതില്ലേ ഞാൻ പറഞ്ഞവരോട് എൻ്റെ ഭാര്യനെങ്കിലും നിങ്ങൾ തരണോ. എനിക്ക് പറയാനുള്ളത് എനിക്ക് രണ്ടാളെ നേരെയാണ് എനിക്ക് ആരോപണമുള്ളത്. ഇത് ഒന്ന് എൻ്റെ വൈഫിനെ കാണിച്ച ഡോക്ടർ OP ഡോക്ടർ പ്രജിഷ ഡോക്ടർ. ആ ഡോക്ടർ ആ ടൈമിൽ അവിടെ ഡ്യൂട്ടിയിലില്ല. പിന്നെ അവിടെ നിൽക്കുന്ന ഡ്യൂട്ടി ഡോക്ടർ എന്ന് പറഞ്ഞ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ ജാസ്മിൻ എന്താ പേരെന്ന് അറിയില്ല. ആ ഡോക്ടർ 2-3 ഈ കേസിൽ സസ്പെൻഡും ടെർമിനേഷൻ ചെയ്ത വ്യക്തിയാണ്. ഞങ്ങൾ നരഹത്യക്ക് കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തേക്ക് നരഹത്യക്ക് കേസ് കൊടുക്കണം. MMC ആശുപത്രിക്കെതിരെ മുൻപും പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് അശ്വതിയുടെ ബന്ധു അഖിലും ആരോപിച്ചു. നമുക്ക് സംശയമുണ്ട് ആ MMC ഹോസ്പിറ്റലിൻ്റെ ഇതിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്ന് ഇതിൽ നമ്മൾ ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള സംഭവങ്ങൾ നടക്കാൻ ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ആരോപണങ്ങൾ ആളുകൾക്കുണ്ട്. അവിടെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകരുതെന്ന് വരെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു. നമ്മൾ അവിടെ എത്തിപ്പെട്ടു. നമ്മൾ ഇപ്പോൾ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അവിടുന്ന് ഈ ഒരു കേസ് ഒതുക്കാൻ അവരും ശ്രമിക്കാം അവരുടെ ഭാഗത്തുനിന്ന്. എന്തായാലും ഇത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥ തന്നെയാണ് ഈ മരണകാരണം. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, കുടുംബാംഗങ്ങളുടെ പരാതി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിന് വിശദീകരണമുണ്ടോ ആശുപത്രി അധികൃതരുടെ പക്കൽ? അനുജ, ആശുപത്രി അധികൃതർ ഇന്നലെ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. നമ്മൾ അവരുടെ പ്രതികരണം തേടിയപ്പോൾ അവർ പറഞ്ഞത് ആ രീതിയിലുള്ളൊരു ചികിത്സാ പിഴവ് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ ആ ഒരു കാര്യത്തിൽ മറുപടി പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ ഇപ്പോൾ അശ്വതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളൊക്കെ തന്നെ ഭർത്താവ് വിനോദ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ നിലവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ തന്നെയാണ് ഇത്തരം ഒരു മരണത്തിലേക്ക്, അത് അശ്വതിയുടെയും ഒപ്പം തന്നെ കുഞ്ഞിൻ്റെയും മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അശ്വതി പ്രസവവേദന എടുക്കുന്ന സമയത്ത് തന്നെ സിസേറിയൻ നടത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് ഈ ഡോക്ടേഴ്സ് കൂട്ടാക്കിയില്ല. ഒപ്പം അശ്വതിയെ, ഗുരുതരാവസ്ഥയിലായ അശ്വതിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ഈ ഡോക്ടേഴ്സ് തയ്യാറായില്ല എന്നുകൂടി ഈ കുടുംബം പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം അശ്വതിയുടെ ബന്ധു ചേരുന്നുണ്ട്. ഈ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇതിൽ അവരെന്താണ് ഒരു പ്രതികരണം പറയുന്നത്? ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത് അവരുടെ ഭാഗത്തൊരു വീഴ്ച ഇല്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. പക്ഷേ നമുക്ക് 100% ഉറപ്പാണ് അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ബുധനാഴ്ച ഒരു ഉച്ചയോട് കൂടിയിട്ട് ലേബർ റൂമിലുള്ള പേഷ്യൻറ്റ് വേദന കൊണ്ട് ഒരുപാട് വട്ടം പറയുന്നുണ്ട് സിസേറിയൻ ചെയ്യാം എന്ന്. പക്ഷെ അവർ നോർമൽ ഡെലിവറിക്ക് പുഷ് ചെയ്ത് അവസാനം പുലർച്ചെ അടുത്ത ദിവസം 3 മണി വരെ ആ പേഷ്യൻറ്റിനെ ലേബർ റൂമിൽ ഇട്ടിട്ട് ബുദ്ധിമുട്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരെന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടി മരിക്കാനും ഈ അമ്മ മരിക്കാനും ഇടയായത്. അപ്പോൾ അവിടെ ഒരു 3 മണി പുലർച്ചെ നെക്സ്റ്റ് ഡേ 3 മണിക്ക് അവർ പറയുന്നത് കുട്ടി മരിച്ചു, അമ്മയുടെ ഗർഭപാത്രം പൊട്ടിയിട്ടാണ് കുട്ടി മരിച്ചതെന്നാണ് നമ്മളോട് പറയുന്നത്. അത് കേട്ടപ്പോൾ നമുക്ക് ഷോക്കായിപ്പോയി. അതുവരെ ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. ബുധനാഴ്ച ഈവനിങ് വരെ ഒരു കുഴപ്പമില്ല, നോർമൽ ഡെലിവറി ആവും എന്ന് പറഞ്ഞിട്ട് പുലർച്ചെ 3 മണിക്ക് ലേബർ റൂമിൽ നിന്ന് OT-യിലേക്ക് കൊണ്ടുപോവാണ് നമ്മൾ കാണുന്നത്. പുറത്ത് നിൽക്കുമ്പോൾ ലേബർ റൂമിൽ കൊണ്ടുപോകാം. അപ്പോൾ ഈ ആശുപത്രിക്കെതിരെ നേരത്തെയും പരാതികളൊക്കെ ഉണ്ടായിരുന്നു. നിരവധി തവണ ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട പരാതി നാട്ടിലൊക്കെ ഉണ്ട്. ഈ ഒരുപാട് വിഷയങ്ങൾ ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആളുകൾക്കൊക്കെ ഈ പരാതി ഉണ്ട്. നിലവിൽ നരഹത്യക്ക് കേസെടുക്കണം, ഡോക്ടേഴ്സിന്റെ അനാസ്ഥയാണ് സംഭവിച്ചത് എന്നതാണ് കുടുംബത്തിന്റെ പരാതി. ഈ ആശുപത്രിക്കെതിരെ മുൻപും പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു.